ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ദുബായിലേക്കുള്ളൊരു യാത്രയിലാണ്. കോഴിക്കോട് നിന്നാണ് നമ്മൾ യാത്ര പുറപ്പെടുന്നത്. അപ്പോൾ ഒമാൻ വഴിയാണ് നമ്മളെ ഫ്ലൈറ്റ്, അതായത് കണക്ഷൻ ഫ്ലൈറ്റ് ആണുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സീറ്റ് കാര്യങ്ങളൊക്കെ ഫ്ലൈറ്റിൽ കയറി ഇരുന്നിട്ട് ഒക്കെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഫ്ലൈറ്റിന് ടേക്ക് ഓഫിനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്ലൈറ്റ് ഒമാൻ എയർലൈൻസ് ആണ്. ഒരു മാസം മുന്നൊക്കെ ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ചീപ്പായിട്ട് തന്നെയാണ് ടിക്കറ്റ് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു അടിപൊളി ഫ്ലൈറ്റ് തന്നെയാണ് നമ്മൾ ഒമാൻ എയർലൈൻസ് കയറിയപ്പോൾ മനസ്സിലായത്. നല്ല അടിപൊളി, നല്ല മാറ്റും അതേമാതിരി സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആയാലും കംഫർട്ടായിട്ട് നമുക്ക് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. മറ്റു യാത്രക്കാർക്കിടയിൽ നല്ല സ്പേസ് നടക്കാനും ആയാലും നല്ലൊരു കംഫർട്ടായിട്ടുള്ളതാണ്. ഫുഡ് വന്നു, ഫുഡിലാണെന്നുണ്ടെങ്കിൽ സാൻഡ്വിച്ചാണ് നമുക്ക് കിട്ടിയത്. പിന്നെ ഒരു കേക്ക് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പിന്നെ ഉണ്ടായത് ഒമാൻ ചിപ്സ് ആണ്. അത് ഒമാൻ എയർലൈൻസ് ആയതുകൊണ്ടാണ് ഒമാൻ ചിപ്സ് അവർ സർവ് ചെയ്യണം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഡ്രിങ്ക്സ് കാര്യങ്ങൾ, അതായത് ജ്യൂസ്, ആപ്പിൾ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, അങ്ങനെ എന്തെങ്കിലും ജ്യൂസ് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ജ്യൂസിന് പുറമെ ഒരു ബോട്ടിൽ വെള്ളമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചായ ഉണ്ട്, അതായത് ചായ വേണമെന്നുണ്ടെങ്കിൽ കിട്ടി. അതേമാതിരി കട്ടൻ ചായ അവർ ഒഴിച്ചു തരും. അതേമാതിരി അതിൻ്റെ ഒപ്പം തന്നെ ക്രീമർ ഉണ്ടല്ലോ, പാൽപ്പൊടി, അതേപോലെ തന്നെ പഞ്ചസാര ഒക്കെ വേറെ വേറെ പാക്കറ്റിലായിട്ട് മിക്സ് ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, സൗകര്യമുണ്ട്. നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസ് മറ്റുള്ള ഫ്ലൈറ്റുകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വളരെ റേറ്റ് കുറവിലും കിട്ടി. ഫുഡും നല്ല യാത്രയും ഒക്കെ പാടി നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യുക, ഫ്ലൈറ്റിൽ കിട്ടുന്നത് കേട്ടോ. ഇപ്പോൾ ഫ്ലൈറ്റ് ഇത് പുറപ്പെട്ട് ടേക്ക് ഓഫ് എടുത്തു, ഫ്ലൈറ്റ് എടുത്തു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, കോഴിക്കോട് നിന്ന് പറക്കുകയാണ്. ആദ്യം ഒമാനിലേക്കാണ്, ഒമാനിൽ നിന്ന് പിന്നെ ദുബായിലേക്ക്. അങ്ങനെ ഒമാനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇറങ്ങാനുള്ള തിരക്കിലാണ്. കുറേ യാത്രക്കാരുണ്ട്, അധികം മലയാളികൾ തന്നെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടൊരു കാഴ്ചയാണ്, അതായത് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലുള്ള കാർഗോ ഹോൾഡിൽ നിന്ന് ലഗേജൊക്കെ പുറത്തേക്ക് വരുന്നൊരു കാഴ്ചയാണ്. അവിടെ മറ്റ് ഓഫീസർമാരൊക്കെ ഉണ്ട്. അവർ അതെടുത്തിട്ട് മറ്റുള്ള ഒരു കാർഗോ കാരേജ് വാഹനത്തിലേക്ക് വെച്ചിട്ട് അത് മറ്റേ കണ്ടെയ്നറുമായിട്ട് കണക്ട് ചെയ്തിട്ട് അത് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ എന്ത് ചെയ്യും കാണുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത് ട്രാൻസിറ്റ് ഗേറ്റിലേക്കാണ് പോകുന്നത്. ദുബായിലേക്കുള്ള ഫ്ലൈറ്റുള്ള ട്രാൻസിറ്റ് ഗേറ്റ് നോക്കിയിട്ടാണ് നമ്മളിനി പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുള്ളത് ഒമാൻ എയർപോർട്ടിലാണ്. ഇവിടുന്ന് നമ്മൾ ദുബായിക്ക് ട്രാൻസിറ്റ് ആണ്, അതായത് ട്രാൻസ്ഫർ ആയിട്ട് പോവുകയാണ് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ 2-2.5 മണിക്കൂറോളം നമ്മൾ ഒമാനിൽ എയർപോർട്ടിൽ ചിലവഴിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ കാഴ്ചയാണ് കാണാൻ പോകുന്നത്. ഒമാൻ എയർപോർട്ടിൽ ഒരുപാട് ഡ്യൂട്ടി ഫ്രീ എന്ന് പറയുമ്പോൾ വേറെ കോസ്റ്റ്, അതായത് ഡ്യൂട്ടി കോസ്റ്റ് ഇല്ല, അത് നമുക്ക് എന്ത് ചെയ്യുക, വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളുണ്ട് കേട്ടോ. അതായത് ചോക്ലേറ്റ്, മറ്റ് ഫുഡ് കഴിക്കണ സ്നാക്സ് ഐറ്റംസ്, ഡ്രിങ്ക്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഒമാൻ എയർപോർട്ടിൽ വന്നാൽ കിട്ടുന്നുണ്ട്. അപ്പോൾ സമയം ഇപ്പോൾ 1:10, അതായത് 1:10 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ മാതിരി ഒമാൻ എയർപോർട്ടിൽ എത്തിക്കുകയാണ്. കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ഒമാൻ എയർപോർട്ടിലേക്ക് 3.5 മണിക്കൂറോളാണ് വന്നിട്ടുണ്ടായിരുന്നത്. ടാങ്കൊക്കെ ഫ്രീ ആണ്, ഗിഫ്റ്റ് ഉണ്ട് അതിൻ്റെ കൂടെ. ടാങ്ക് മേടിച്ചാൽ 17 RO എന്ന് പറഞ്ഞാൽ ഒമാൻ റിയാലാണ്. 6.500 ആണ് വരുന്നത്. 6.500 ആണ് ഇതിന് ടാങ്കിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. അത് 2 തോന്നുന്നുണ്ട്, അല്ല ഒന്നിന് 2 കിലോൻ്റെ ബോക്സ്. പിന്നെ ഗാലക്സി മുട്ടായി, ഓരോ മുട്ടായി സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഷോപ്പാണ് ഒമാൻ എയർപോർട്ട്. നമ്മളിവിടെ ഒരു സാൻഡ്വിച്ചിൻ്റെ വില ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ അവസ്ഥ എന്ന് വെച്ചാൽ 3 ഒമാൻ റിയാലാണ് അതിന് വരുന്നത് സാൻഡ്വിച്ച്. നമ്മൾ 3 ഒമാൻ റിയാൽ അറിയുമ്പോൾ നമ്മളവിടെ ഇപ്പോൾ ദിർഹംസ് കൂട്ടുകയാണെങ്കിൽ തന്നെ ഒരു 3 എന്ന് പറയുമ്പോൾ അത്ര ഒന്നുമില്ല, ഒരു 80 റുപ്യ 100 റുപ്യയുള്ളേ ഉള്ളൂ. പക്ഷേ രസം എന്താ വെച്ചാൽ 3 ഒമാൻ റിയാൽ എന്ന് പറഞ്ഞാൽ അത് 34 ദിർഹംസാണ്. 34 ദിർഹംസ് പറഞ്ഞാൽ നമ്മളവിടെ 800-900 റുപ്യ എടുത്ത് ഒരു സാൻഡ്വിച്ചിൻ്റെ റേറ്റാണ്. അങ്ങനെയാണ് ഉപയോഗിക്കുക. അപ്പം നമ്മൾ വിചാരിക്കും 3-4 അല്ലേ ഒമാൻ റിയാലെന്ന് വിചാരിക്കും, പക്ഷേ സത്യാവസ്ഥ അതാണ്. ഗായ്സ്, നമുക്ക് ടോട്ടൽ ടിക്കറ്റ് ചാർജ് വന്നത്, അതായത് കോഴിക്കോട് ദുബായ് വരെ ടിക്കറ്റ് ചാർജ് വന്നത് 6,800 രൂപ മാത്രമാണ്. നമുക്ക് ചീപ്പായിട്ട് കിട്ടി, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ.
വെച്ചാൽ ഈ നോമ്പിൻ്റെ ടൈമൊക്കെ ആയതുകൊണ്ട് നമുക്ക് കുറഞ്ഞ ലെവലിൽ കിട്ടി. ഒമാൻ എയർലൈൻസിൻ്റെ സൈറ്റ് വഴി ഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തത്. ഗൂഗിളിലും ക്രോമിലൊക്കെ അതിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ വെയിറ്റ് ചെയ്യണം, കുറയുന്നവരൊക്കെ വെയിറ്റ് ചെയ്ത്. ഒരു സീസൺ അല്ലാത്ത സമയമായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയത് കേട്ടോ. ഒമാൻ എയർപോർട്ടിൽ കണ്ട കേട്ടോ ഒരു മറ്റേ ലൈസ്, ചീറ്റോസ്, പിന്നെ സാൻഡ്വിച്ച് ഉണ്ട്, പിന്നെ ചോക്ലേറ്റ് ഓരോ ഐറ്റം ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ റേറ്റാണ് 800 BZS എന്ന് എഴുതിയാണ്. 700 BZS എന്ന് പറയുമ്പോൾ ഒരു ഒമാൻ റിയാലാണ്ട് കുറേ. ഇത് ഒരു ഒമാൻ റിയാൽ ഒരു സാൻഡ്വിച്ച്. അതായത് ഒരു ഒമാൻ റിയാൽ എന്ന് പറയുമ്പോൾ നമ്മളെ ഇന്ത്യൻ റുപ്പി എത്ര കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഇവിടെ കോഫി ഒക്കെ ഉണ്ട് കേട്ടോ. ദുബായിലേക്കുള്ള ഡിപ്പാർച്ചർ ഗേറ്റ് ഇതാണ്. നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം ഇനി. അപ്പോൾ നമ്മൾ മസ്കറ്റിൽ നിന്ന് തിരിച്ച് ദുബായിക്ക് കണക്ഷൻ ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ ഇനി ഫ്ലൈറ്റിൽ ഒമാൻ എയറിനെയാണ് ഇവിടെ ദുബായിക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. ഇപ്പോൾ സമയം പാതിരാത്രി കുറച്ചായിക്കണേ. എയർപോർട്ടിൽ കൂടുതലായിട്ടൊന്ന് കാണുന്ന ഇങ്ങനെ മാറ്റാണ്, കാർപ്പറ്റ് വിരിച്ചു. ഈ ഒമാൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റിൽ TV സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോ, മറ്റ് ഫിലിം, മൂവികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ പറ്റും. നമ്മൾ കോഴിക്കോട് നിന്ന് ഒമാനിക്ക് വന്ന ഫ്ലൈറ്റിൽ TV ഒന്നുമില്ല. പക്ഷേ ഒമാനിൽ നിന്ന് ദുബായിക്കുള്ള ഈ കണക്ഷൻ ഫ്ലൈറ്റിൽ TV സൗകര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ പറ്റും. എന്താണ് അതിൻ്റെ കാരണം എന്ന് അറിയില്ല കേട്ടോ. കാരണം ഈ ഫ്ലൈറ്റിൽ TV ഉണ്ട്, അതിൽ TV ഇല്ല എന്നുള്ളത്. ഈ TVയിൽ മാപ്പ് ഉണ്ട് കേട്ടോ. അതായത് നമ്മളെ ഫ്ലൈറ്റ് ട്രാക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഇതിലൂടെ പോകുന്നത്. ഇപ്പോൾ കടലിൻ്റെ മുകളിലൂടെയാണോ, അതല്ല എന്താ പറയുക മറ്റടിയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യും ഇതിൽ കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഏതൊക്കെ ലൊക്കേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഏതൊക്കെ സ്ഥലത്താണ്, അതേപോലെ തന്നെ എത്ര km/h km/h ആണ് ഡെസ്റ്റിനേഷനിക്ക് ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് എന്നുള്ളതും ഒക്കെ നമുക്ക് എന്ത് ചെയ്ത് കാണാൻ പറ്റും. ടൈം അടക്കം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ലാൻഡിങ് ആയാലും ടേക്ക് ഓഫ് ആയാലും ഒക്കെ നമുക്ക് സൗകര്യമുണ്ട്. അത് എന്തായാലും നല്ലൊരു സൗകര്യം തന്നെയാണ് യാത്രക്കാർക്ക് കേട്ടോ. കാരണം നമ്മളെ ഫ്ലൈറ്റ് എവിടെ എത്തി, എത്ര ഉണ്ട്, ലൊക്കേഷനിലേക്ക് എത്ര ഉണ്ടെന്ന് അറിയാനൊക്കെ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ സൂം ചെയ്തിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ട്രാക്ക് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പോൾ റൺവേ കൂടെയാണ് ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒമാനിൽ നിന്ന് നമ്മൾ പറന്നു ഫ്ലൈറ്റ്. ഒമാനത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ. ഒമാനിൻ്റെ ഒരു കാഴ്ചകളാണ്, സിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. രാത്രിയിലെ കാഴ്ചകളാണിത്. ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ലൊരു ഭംഗിയുള്ള രസമാണ് കേട്ടോ ഒമാൻ. പ്രത്യേകിച്ച് ആ ഒരു ഓറഞ്ച് ലൈറ്റും മറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് നമ്മൾ മാപ്പിൽ നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണിത്. ഒമാൻ എയർലൈൻസിൻ്റെ ഈ ഫ്ലൈറ്റിൽ ഫുഡ് ഉണ്ട് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട്. നമുക്ക് സാൻഡ്വിച്ചാണ് കിട്ടിയിരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന ഒരു സാൻഡ്വിച്ച് തന്നെയാണ് ഇത്. ഉള്ളിൽ ചിക്കൻ ഫില്ലിങ്സും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ഒരു കുപ്പി വെള്ളം, ഒമാൻ ചിപ്സ് ഉണ്ടായിരുന്നു. ഒമാൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് അല്ല. പിന്നെ ഒരു വെറ്റ് ടവൽ, റിഫ്രഷ് ആവാനുള്ളൊരു ടവൽ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബോട്ടിൽ വെള്ളം ഒക്കെയാണ് ഫുഡ് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ദുബായിലെ ടെർമിനൽ 1 ലാൻഡ് ചെയ്തത്. അവിടുന്ന് നമുക്ക് എമിഗ്രേഷന് വേണ്ടിയിട്ട് ഒരു ട്രെയിനിൽ അവർ നമ്മളെ കൊണ്ടുപോവുകയാണ് ചെയ്യുക. അത്യാവശ്യം കുറച്ച് ദൂരം ഉള്ളതുകൊണ്ടായിരിക്കും എമിഗ്രേഷന് വേണ്ടിയിട്ട് കൊണ്ടുപോവുക. ആ ടെർമിനൽ 1 പല ഫ്ലൈറ്റിൽ ഇറങ്ങിയവരൊക്കെ ഇതേപോലെ തന്നെയാണ് കൊണ്ടുപോകുക. നല്ല തിരക്കുണ്ടായിരുന്നു. പുലർച്ചെ 3:10 നമ്മൾ ലാൻഡ് ചെയ്ത് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ദുബായ് എയർപോർട്ടിൽ ഫൈനലെത്തി. ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താ വെച്ചാൽ മെട്രോ ഈ സമയത്താണ് തുടങ്ങുക. അപ്പോൾ നമ്മൾ കുറച്ച് നേരം മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇവിടുന്ന് മെട്രോ വഴി നമുക്ക് യൂണിയൻ മെട്രോ സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത്. യൂണിയൻ മെട്രോൻ്റെ അവിടെ പോയാൽ നമുക്ക് അവിടെയാണ് നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം എയർപോർട്ടിൽ നിന്ന് കുറച്ച് കഴിയണം.
ഈ ഹോട്ടലായതുകൊണ്ട് ചെക്കിങ് ടൈം 1 മണിയൊക്കെ ആണല്ലോ, ഉച്ചക്കൊക്കെ ആയതുകൊണ്ട് നമുക്ക് ആ സമയത്തിനുള്ളിലൊക്കെ ആയിട്ട് എത്തിയാൽ മതിയെന്ന്. അപ്പം എല്ലാം ഇവിടെ റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോകാനുള്ള രീതിയിലാണ് ഇപ്പോൾ. ഇങ്ങനെ ദുബായ് എയർപോർട്ടിലാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ കാഴ്ച നമ്മളെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ദുബായിലും മറ്റു ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.